PR വിവാദവുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ള ചോദ്യങ്ങളെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പൂർണ്ണമായും അവഗണിച്ചു. നീണ്ട ചിരിയോടെയും മറുചോദ്യം ചോദിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. ADGP RSS കൂടിക്കാഴ്ചയിലും ഉത്തരമുണ്ടായിരുന്നില്ല. PR വിവാദത്തിലെ വിശദീകരണത്തിന് ശേഷം മുഖ്യമന്ത്രിയോട് സ്വാഭാവികമായി ഒരു ചോദ്യമുയർന്നു. PR ഏജൻസിയുടെ ആവശ്യപ്രകാരമാണ് അഭിമുഖം എടുത്തതെന്ന ഹിന്ദു പത്രത്തിന്റെ വിശദീകരണം തെറ്റോ ശരിയോ? നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. അതായത് ദ ഹിന്ദു കള്ളം പറഞ്ഞു എന്നാണോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങൾ. അതിന് അവരും മാന്യമായ നിലപാടെടുത്തല്ലോ. ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. CMA അഭിമുഖക്കാരിയും സുബ്രഹ്മണ്യനും അല്ലാതെ മൂന്നാമതൊരാൾ അവിടെ വന്നിരിക്കുന്നത് സുരക്ഷാ പ്രശ്നമല്ലേ? CMA ഇത് ചിരിച്ചു തള്ളാനുള്ളതല്ലോ. വർഗീയ കലാപത്തിന് പോലും സാധ്യതയുള്ള പരാമർശമാണല്ലോ. സുബ്രഹ്മണ്യനെതിരെ നടപടിയെടുക്കുമോ? ഏതായാലും നിങ്ങൾ ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി. അത് ഇപ്പോഴെങ്കിലും പറഞ്ഞതിന് നന്ദി. മലപ്പുറത്ത് സ്വർണം കടത്തിവരുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് ഗൗരവമായ ആരോപണമാണ് ആ പത്രത്തിൽ വന്നത്. വീണ്ടും ചോദിക്കുന്നു, നടപടിയെടുക്കുമോ? അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ADGP അജിത് കുമാർ ആവർത്തിച്ച് RSS നേതാക്കളെ കണ്ടതിൽ CM ഒരു ശരികേടും കാണുന്നില്ലേ? ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ ആ കാര്യത്തിൽ. നിങ്ങൾക്കത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത്. എന്റെ നിലപാട് ശരിയായിക്കൊണ്ട് തന്നെയല്ലേ പറയുന്നത്. അതിലെന്താ സംശയം നിങ്ങൾക്ക്? എന്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിലപാട് വ്യക്തമാക്കി. അല്ല, കണ്ടത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയേണ്ടത് ആ റിപ്പോർട്ടിന് ശേഷമാണ്. അതും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മീഡിയ റൂമിൽ വീണു മരിച്ചു. മുഖ്യമന്ത്രിയുടെ നീണ്ട ചിരി അവിടെ തന്നെ തങ്ങി നിന്നു. മീഡിയ 1, തിരുവനന്തപുരം.